മാറി മാറി വരുന്ന ഇടത് വലത് സർക്കാരുകൾ അവഗണിക്കുന്നതിന് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ മറുപടി നൽകാനൊരുങ്ങുകയാണ് വ്യാപാരികൾ. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും സ്ഥാനാർത്ഥിയെ നിർത്താനാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ തീരുമാനം. സ്ഥാനാർത്ഥി നിർണയം അടക്കം പിന്നീട് ചേരുന്ന യോഗത്തിൽ തീരുമാനിക്കും. പലതവണ പല ആവശ്യങ്ങളുമായി വ്യാപാരികൾ സർക്കാരിനെ സമീപിച്ചു. എന്നാൽ അവഗണനയായിരുന്നു ഫലം. ഓരോ തിരഞ്ഞെടുപ്പുകളിലും വാഗ്ദാനങ്ങൾ നൽകും, എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കില്ല. നികുതിയിലൂടെ വ്യാപാരികൾ സർക്കാരിന്റെ പ്രധാന വരുമാനമാർഗമായിട്ട് പോലും അവഗണന തുടരുന്ന സാഹചര്യത്തിലാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ തീരുമാനം. നിലമ്പൂരിൽ വ്യാപാരികളുടെ പ്രതിനിധിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിനൊപ്പം വിവിധ സംഘടനകളുടെ പിന്തുണയും തേടും. തീരുമാനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വ്യാപാരികൾക്ക് കാലം കാലമായിട്ട് മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ ഒരുപാട് അവഗണനകൾ വരുന്നുണ്ട്. ഞങ്ങൾക്ക് ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ സമീപിക്കുന്ന സമയത്തൊക്കെ ഒരു ഗവൺമെൻറ് ഞങ്ങളെ കാര്യങ്ങൾ വേണ്ട സഹായം ചെയ്തു തരുന്നില്ല. ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നികുതി കൊടുക്കുന്ന വിഭാഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയാണ്. അത് പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ചുകൊണ്ട് ഞങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ കാര്യങ്ങൾ പറയാൻ നിയമസഭയിലേക്ക് ഒരു പ്രതിനിധി എത്തേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെ ഭാഗമായി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഇന്നലെ ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന് നിലമ്പൂരിൽ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിലൂടെ അവഗണനയ്ക്ക് സർക്കാരിന് ശക്തമായ മറുപടി നൽകുകയാണ് വ്യാപാരികളുടെ ലക്ഷ്യം. മണ്ഡലത്തിൽ 15,000-ഓളം വോട്ടുകൾ വ്യാപാരികൾക്കും കുടുംബാംഗങ്ങൾക്കുമായി ഉണ്ടെന്നാണ് കണക്കുകൂട്ടൽ. മറ്റു ചില സംഘടനകളെ കൂടെ ചേർത്ത് ശക്തി ഉറപ്പിക്കും. സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ചേരുന്ന യോഗത്തിൽ തീരുമാനിക്കും. ശിവദാസ് കന്മനം, ജനം, മലപ്പുറം.